അർത്തുങ്കലെ പള്ളിയിൽ ചെന്നിട്ട് ഈശോയെ കണ്ടിട്ടൊന്നോ ശാന പാടാ. ഒരു കഥ ചൊല്ലട്ടുമാ. ഇത് വെളുത്തച്ഛൻ്റെ കഥയാണ്. AD 1581 പോർച്ചുഗീസുകാർ തടികൊണ്ടും തെങ്ങോല കൊണ്ടും ഒരു പള്ളി പണിതു. അതാണ് അർത്തുങ്കൽ സെന്റ് ആൻഡ്രോസ് ബസിലിക്ക. പിന്നീട് 1584 ഇറ്റലിയിൽ നിന്നെത്തിയ ജക്കോമോ ഫെനീഷ്യ ഈ പള്ളിയിലെ വികാരിയായി മാറി. അദ്ദേഹമാണ് ഓലമേഞ്ഞ പള്ളി പൊളിച്ച് കുമ്മായവും കല്ലും കൊണ്ട് പുതിയൊരു പള്ളി പണിതത്. നാട്ടുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി ഫെനീഷ്യാച്ചൻ മാറി. അദ്ദേഹത്തിന് ധാരാളം അത്ഭുത പ്രവൃത്തികൾ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് നാട്ടുകാർ വിശ്വസിച്ചിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട ഫെനീഷ്യാച്ചനെ അവർ സ്നേഹപൂർവ്വം വെളുത്തച്ഛൻ എന്ന് വിളിച്ചു. ചേർത്തലയിലുള്ള അയ്യപ്പന്മാരുടെ തീർത്ഥാടന കേന്ദ്രവുമാണ് അർത്തുങ്കൽ പള്ളി. ചിലർ ശബരിമല ദർശനം കഴിഞ്ഞ് മാലയൂരി വ്രതം അവസാനിപ്പിക്കുന്നത് അർത്തുങ്കൽ പള്ളിയിലെത്തിയാണ്. ഇതിന് പിന്നിലൊരു കഥയുണ്ട്. അയ്യപ്പൻ കളരി പഠിക്കാനായി എത്തിയത് ചേർത്തലയ്ക്കടുത്തുള്ള മുഹമ്മയിലുള്ള ചീരപ്പൻചിറ എന്ന തറവാട്ടിലായിരുന്നു. ആ സമയം ഫെനീഷ്യാച്ചനും അവിടെ കളരി പഠിക്കുന്നുണ്ടായിരുന്നു. ഇവർ നല്ല കൂട്ടുകാരുമായി തീർന്നു. ഈ സൗഹൃദത്തിന്റെ ഓർമ്മ പുതുക്കലാണ് അയ്യപ്പന്മാരുടെ അർത്തുങ്കൽ പള്ളി ദർശനം. 1632 വെളുത്തച്ഛൻ ഈ ലോകത്തോട് വിടവാങ്ങി. എല്ലാ വർഷവും ജനുവരി 10 മുതൽ 27 വരെ അർത്തുങ്കൽ പള്ളിയിൽ മകരപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. നാനാജാതി മതസ്ഥരുടെ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഇന്ന് അർത്തുങ്കൽ പള്ളി. വെളുത്തച്ഛ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയോടെ സ്നേഹപൂർവ്വം വിടവാങ്ങുന്നു. നിങ്ങളുടെ കുഞ്ഞു സ്റ്റോറി.